കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ലോകം മുഴുവൻ ഒരു വലിയ ഭീതിയിലായിരുന്നു. ഒരുപക്ഷെ മൂന്നാം ലോക മഹായുദ്ധം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാമെന്ന ഭീതി. മിഡിൽ ഈസ്റ്റിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇറാനും തമ്മിൽ നേരിട്ടുള്ള മാരകമായ വ്യോമാക്രമണങ്ങളിലേക്കും നേവൽ ബ്ലോക്കേഡിലേക്കും കടന്നതോടെ ആഗോള എണ്ണ വിപണി പൂർണ്ണമായി തകിടം മറിഞ്ഞു. എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ ഈ ഒരു യുദ്ധമുഖത്ത് തികച്ചും നാടകീയമായ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. വ്യാഴാഴ്ച രാത്രി ഇറാനെതിരെ അതിശക്തമായ ബോംബിംഗ് നടത്തും, അവരുടെ ഓയിൽ പ്ലാന്റുകൾ തകർക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മണിക്കൂറുകൾക്കകം തന്നെ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയൊരു സമാധാന ഉടമ്പടിക്ക് തയ്യാറെടുക്കുകയാണ് എന്നും നിഷ്പക്ഷതയുടെ പ്രതീകമായ സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഈ ചരിത്ര കരാർ ഒപ്പുവയ്ക്കാൻ പോകുന്നു എന്നുമുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. യുദ്ധത്തിന്റെ വക്കിൽ നിന്ന് പെട്ടെന്നൊരു സമാധാന ചർച്ചയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഈ അന്താരാഷ്ട്ര പ്രതിസന്ധിയുടെ അണിയറയിൽ നടന്ന രഹസ്യ നാടകങ്ങൾ എന്തൊക്കെയാണ് പരിശോധിക്കാം. വ്യാഴാഴ്ച രാവിലെ ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പ് ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇറാന്റെ എയർഫോഴ്സും റഡാർ സംവിധാനങ്ങളും തങ്ങൾ തകർത്തു കഴിഞ്ഞു എന്നും അവശേഷിക്കുന്ന ശക്തി കൂടി ഇല്ലാതാക്കാൻ അന്ന് രാത്രി US മിലിറ്ററി കനത്ത ആക്രമണം നടത്തുമെന്നുമായിരുന്നു ട്രംപിന്റെ വാർണിംഗ്. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുമെന്നും അതുപോലെ വെനസ്വേലയിലേതുപോലെ ഇറാന്റെ എണ്ണ വിപണിയുടെ പൂർണ്ണ നിയന്ത്രണം വാഷിംഗ്ടൺ ഏറ്റെടുക്കുമെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തി. ഈ ഒരു പ്രഖ്യാപനം വന്നതോടെ ആഗോള എണ്ണ വില ഒറ്റയടിക്ക് $3 കുതിച്ചുയർന്നു. മറുപടിയായി തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടയ്ക്കുമെന്നതായിരുന്നു ഇറാനും പ്രഖ്യാപിച്ചത്. എന്നാൽ രാത്രിയായപ്പോഴേക്കും സീൻ ആകെ മാറിമറിഞ്ഞു. മുൻപ് നിശ്ചയിച്ചിരുന്ന എല്ലാ വ്യോമാക്രമണങ്ങളും റദ്ദാക്കിയതായിട്ട് ട്രംപ് തന്നെ ഒഫീഷ്യലായിട്ട് അറിയിച്ചു. ഇറാന്റെ ഉന്നത നേതൃത്വവുമായി നടത്തിയ നിർണായകമായ ചർച്ചകൾ വിജയകരമായിരുന്നതിനെ തുടർന്നാണ് ആക്രമണത്തിൽ നിന്ന് പിന്മാറുന്നത് എന്ന് ട്രംപ് വ്യക്തമാക്കി. തങ്ങൾ മുന്നോട്ട് വെച്ച അവസാനഘട്ട നിബന്ധനകൾ ഇറാൻ അംഗീകരിച്ചതായും ഈ ആഴ്ച തന്നെ ചരിത്രപരമായ സമാധാന കരാർ ഒപ്പുവെച്ചേക്കാമെന്നുമാണ് വൈറ്റ് ഹൌസ് നൽകുന്ന സൂചന. ഫോക്സ് ന്യൂസ് അന്താരാഷ്ട്ര ലേഖകൻ ട്രേ ഇങ്സ്റ്റുമായുള്ള അഭിമുഖത്തിൽ ഈ സമാധാന കരാർ ഒപ്പുവെക്കാൻ താൻ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് സ്വിറ്റ്സർലൻഡിൽ വെച്ചാണ് എന്ന് ട്രംപ് വെളിപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. ലോകമഹായുദ്ധങ്ങളുടെ കാലം മുതൽക്കേ ഒരു പക്ഷത്തും ചേരാതെ സമാധാന ചർച്ചകൾക്കും നിഷ്പക്ഷ നിലപാടുകൾക്കും, അതായത് ഒരു ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യുന്ന പേരുകേട്ട മണ്ണാണ് സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത്. അവിടെ വെച്ച് ഇങ്ങനെയൊരു കരാർ ഒപ്പുവെക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയൊരു പ്രതീകാത്മക പ്രാധാന്യമുള്ള കാര്യമാണ്. അമേരിക്കയുടെ ഈ പെട്ടെന്നുള്ള ടേണിന് പിന്നിൽ മറ്റൊരു വലിയ സാമ്പത്തിക യാഥാർത്ഥ്യമുണ്ട്. ലോകത്തിലെ മൊത്തം അസംസ്കൃത എണ്ണയുടെ വലിയൊരു പങ്ക് കടന്നു പോകുന്ന പാതയാണ് ഹോർമുസ് കടലിടുക്ക്. കഴിഞ്ഞ ഏപ്രിൽ മാസം പ്രഖ്യാപിച്ച വെടിനിർത്തൽ ലംഘിച്ച് ഇരുപക്ഷവും ഇവിടെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഈ കടലിടുക്ക് പൂർണ്ണമായി അടഞ്ഞുകിടന്നാൽ അത് അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും സാമ്പത്തിക ഭദ്രതയെ ദോഷകരമായിട്ട് ബാധിക്കും. വെറുതെ ഭീഷണികൾ കൊണ്ട് മാത്രം ഇറാനെ പൂർണ്ണമായിട്ട് മുട്ടുകുത്തിക്കാൻ സാധിക്കില്ല എന്ന പെന്റഗണിന്റെ വിലയിരുത്തലാണ് ട്രംപിനെ പെട്ടെന്നുള്ള നയതന്ത്ര ചർച്ചകളിലേക്ക് നയിച്ചത്. എന്നാൽ ഈ സമാധാന കരാർ അത്ര സ്മൂത്തായിട്ട് ഒപ്പുവെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. ഇതിനിടയിൽ വലിയൊരു തർക്ക വിഷയമുണ്ട്. അത് ഇറാന്റെ സാമ്പത്തിക ആവശ്യങ്ങളാണ്. അന്താരാഷ്ട്ര ബാങ്കുകളിൽ അമേരിക്ക മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന തങ്ങളുടെ വലിയൊരു തുക തിരികെ വേണമെന്നാണ് ഇറാന്റെ പ്രധാന ആവശ്യം. ഏകദേശം 6 മുതൽ 12 ബില്യൺ ഡോളർ വരെയുള്ള തങ്ങളുടെ ഈ സാമ്പത്തിക ആസ്തികൾ ഉടൻ തന്നെ വിട്ടു നൽകണമെന്ന് ഇറാൻ ചർച്ചകളിൽ ശക്തമായി വാദിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെയാണ് അമേരിക്കയുടെ അടുത്ത ട്വിസ്റ്റ്. ഈ പണം ഇറാൻ ഭരണകൂടത്തിന് നേരിട്ട് കൈമാറാൻ അമേരിക്ക തയ്യാറല്ല. ഈ വൻതുക ഇറാൻ തങ്ങളുടെ സൈനിക ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ പ്രോക്സി വാറുകൾക്കോ ഉപയോഗിക്കുമെന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത്. ഈ കാരണം കൊണ്ട്, അതായത് റോയിട്ടേഴ്സ് റിപ്പോർട്ട് പ്രകാരം അമേരിക്ക ഒരു കർശന വ്യവസ്ഥ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ പണം ഇറാന് നേരിട്ട് നൽകില്ല, പകരം അവിടുത്തെ ജനങ്ങളുടെ ഹ്യൂമാനിറ്റേറിയൻ ആവശ്യങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി മാത്രമേ വിനിയോഗിക്കാൻ പാടുള്ളൂ. ഈ നിബന്ധനയിൽ ഇപ്പോഴും ഇരുപക്ഷവും തമ്മിൽ കടുത്ത അണിയറ ചർച്ചകൾ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു വിഭാഗം നിബന്ധനകളിൽ ധാരണയായിട്ടുണ്ടെങ്കിലും തങ്ങളുടെ പരമാധികാരത്തെ ബാധിക്കുന്ന ചില ചുവപ്പ് രേഖകളിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നാണ് ഇറാന്റെ ഒഫീഷ്യൽ നിലപാട്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇറാൻ സമാധാന കരാർ അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ നയതന്ത്ര വിജയമായിരിക്കും. യുദ്ധം തുടങ്ങി വെക്കുന്നതിനേക്കാൾ അത് അവസാനിപ്പിക്കുന്നതിനാണ് താൻ മുൻഗണന നൽകുന്നതെന്ന് അമേരിക്കൻ ജനതയ്ക്ക് മുന്നിൽ കാണിക്കാൻ ട്രംപ് ഈ ഒരു അവസരം ഉപയോഗിക്കും. കടുത്ത ഭീഷണികൾക്ക് തൊട്ടു പിന്നാലെ സമാധാനത്തിന് വലിയ വാഗ്ദാനങ്ങൾ നൽകുന്ന ട്രംപിന്റെ ഈ തനത് ശൈലി ഇതിനു മുൻപ് നോർത്ത് കൊറിയയുമായുള്ള ചർച്ചകളിലും ലോകം കണ്ടതാണ്. ഇതിനെയാണ് മാക്സിമം പ്രഷർ ടാക്ടിക്കൽ മൂവ് എന്ന് നിരീക്ഷകർ വിളിക്കുന്നത്. ആദ്യം യുദ്ധഭീതി പരത്തുക, വിപണിയെ സമ്മർദ്ദത്തിലാക്കുക, ഒടുവിൽ വലിയൊരു രക്ഷകനെ പോലെ വന്ന് സമാധാന കരാർ പ്രഖ്യാപിക്കുക. ഏതായാലും ഈ സമാധാന ശ്രമം വിജയിക്കുകയാണെങ്കിൽ അത് മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തിലെ പുതിയൊരു അധ്യായമായിരിക്കും. യുദ്ധത്തിന്റെ കറുത്ത മേഘങ്ങൾ മാറി വിപണികൾ ശാന്തമാകാനും ഇന്ധനവില സാധാരണ നിലയിലാകാനും ഇത് സഹായിക്കും.
സ്വിറ്റ്സർലാൻഡിലെ മനോഹരമായ തീരത്ത് വെച്ച് ട്രംപും ഇറാന്റെ പ്രതിനിധികളും കൈകോർത്ത് നിൽക്കുന്ന ചിത്രം യാഥാർത്ഥ്യമായാൽ അത് 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ നയതന്ത്ര ചലനങ്ങളിൽ ഒന്നായിട്ട് മാറും. എന്നിരുന്നാലും മിഡിൽ ഈസ്റ്റിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നതിനാൽ ലോകരാജ്യങ്ങൾ കണ്ണു ചുമാതെയാണ് ഈ നീക്കങ്ങളെ നോക്കിക്കാണുന്നത്. യുദ്ധത്തിന്റെ ആയുധങ്ങൾ പൂർണ്ണമായും താഴെവെച്ച് ഇരു രാജ്യങ്ങളും സമാധാനത്തിന്റെ പാത സ്വീകരിക്കുമോ അതോ പുതിയ തർക്കങ്ങളിൽ ചർച്ചകൾ വഴിമുട്ടുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.